ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അതെ, നല്ല പനി പനിച്ച് എഴുന്നേറ്റതേ ഉള്ളൂ. നല്ല പനിയെന്ന് വെച്ചാൽ ഒന്നൊന്നര പനിയാണ് പനിച്ചത്. അത് മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അറിയാലോ, തല മര്യാദയ്ക്ക് തോർത്തൂലാലോ. അതാണ് കാരണം എന്ന് വിശ്വസിക്കുന്നു ഞാൻ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇന്നലെയൊന്നും ലൈവിലൊന്നും വന്നിട്ടില്ല. വീഡിയോസ് തന്നെ എനിക്ക് വരുന്ന കോൾസ് ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഉള്ളിൽ കൂടി വർക്ക് ഉണ്ടായും ചെയ്യാൻ. പനിയായാലും ജലദോഷമായാലും തുമ്മലായാലും വർക്ക് തന്നെയാണ്. വർക്കാണല്ലോ ബിഗിലേ മുഖ്യം. നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ടായി, അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് കുറവുണ്ട് കേട്ടോ, കാണിച്ചിട്ടില്ല. കാണിക്കാൻ മാത്രമായിട്ടുള്ളൊരു പനി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മെയിനായിട്ട് പനീനേക്കാട്ടിലും ജലദോഷം വന്നാലാണ് പെട്ടെന്ന് കാണിക്കാറ്. ഇതങ്ങനെ മൂക്കൊലിപ്പായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് മൂക്കടപ്പുണ്ട്, അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് വരയ്ക്കുമ്പം ബുദ്ധിമുട്ടാവുന്ന ജലദോഷമാണ്. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ലാത്തത് കൊണ്ട് കാണിച്ചില്ല. പിന്നെ എന്താ പറയുക, പനി, കാലിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ഒരു വിറങ്കിലിക്കുന്നൊരു ഫീല്. അല്ലേ തന്നെ ഇപ്പോൾ തണുപ്പിൻ്റെ ഒരു സമയമാണല്ലോ. അപ്പോൾ ഒരു വിറങ്കിലിക്കുന്നൊരു ഫീലും കൂടി അതിൻ്റെ കൂട്ടത്തിൽ. അത്രയേ ഉള്ളൂ. പിന്നെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തേങ്ങാക്കൊലയും വാഴക്കൊലയും മാങ്ങാക്കൊലയൊക്കെ വെട്ടുമ്പോൾ എന്നെ വെട്ടും തട്ടും മുട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇപ്പോൾ കോളുകളായി ചെയ്യുന്നുണ്ട്. ഇന്നലെ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലത്തൊരു ചേച്ചി വിചാരിച്ചത് നമ്മുടെ പ്രിയ ചേച്ചീനെ സപ്പോർട്ട് ചെയ്തായിട്ട് സംസാരിക്കുമ്പോൾക്ക് പ്രിയ ചേച്ചി ഗോൾഡ് മെഡൽ കൊടുക്കുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പ്രിയ ചേച്ചി ഗോൾഡ് മെഡൽ അല്ല കൊടുത്തത്, ചാണകം വാരി എറിഞ്ഞതാണ് ചെയ്തത്. അതുകൊണ്ട് ചേച്ചി നേരെ പ്ലേറ്റ് മാറ്റി എന്നെ കോള് വിളിച്ചതുകൊണ്ട് എനിക്ക് വിഷമം വന്നതുകൊണ്ട് ആ ചേച്ചിക്ക് എന്നെക്കാട്ടും വലിയ വിഷമമായി പോലും. ചേച്ചി കൊയിലാണ്ടി സ്റ്റേഷനിൽ വരൂല എന്നൊക്കെ വിളിക്കുന്നത്. പോലീസുകാരോട് ചോദിച്ചു നോക്കാം എന്താ അതിനുള്ള പ്രതിവിധിന്ന്. ഇങ്ങോട്ട് വന്നിട്ടില്ലേ അങ്ങോട്ട് ചെല്ലാനുള്ളൊരു കടമ ഉത്തരവാദിത്തമൊക്കെ അവർക്കുണ്ടല്ലോ. അവരത് ചെയ്യുമെന്ന് നോക്കുക. ചെയ്യുന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് പാവം പ്രിയ ചേച്ചി ഗോൾഡ് മെഡലൊന്നും കൊടുത്തില്ല ആൻറ്റിക്ക്. ശോഭ ചേച്ചി നാറിപ്പോയി. ശോഭയെ ഇനി ഇങ്ങനത്തെ അബദ്ധത്തിൽ പോയി പാടണ്ട കേട്ടോ. ചൈൽഡിലേക്ക് നിൻ്റെ പരാതിയാണ് പോയത്. ഏതായാലും അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വെട്ടും തട്ടും മുട്ടും എന്ന് പറഞ്ഞവനൊന്നും ഇത്രയും നേരമായിട്ട് വീട്ടിൽ വന്നില്ല. ഞാൻ ഇന്നലെ ഉറക്കം കഴിഞ്ഞ് കാത്തിരുന്ന് അവൻ വന്നാലോ അഥവാ വെട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അവൻ വന്നില്ലടേ. 11 മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് വരുമോ തന്നെ സംശയമാണ് പോലീസുകാർക്ക്. ഓല് പറഞ്ഞോ വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് അതും ഓൽക്ക് സംശയം. എല്ലാം ഓരോരുത്തർക്ക് സംശയം. അപ്പം അങ്ങനെയാണ്. അപ്പം പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് കോഴിക്കോട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അല്ല കേട്ടോ, ഇപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. തണുത്തിട്ട് ഇനി ഞാൻ എഴുന്നേറ്റതാണ്. എനിക്കെന്തോ ഒരു വയ്യായ്യ. ആ പനിച്ചാലുണ്ടാവുമല്ലോ തലക്കൊരു കനപ്പ്, ആ ഒരു കനം അങ്ങോട്ട് വിട്ടു പോകുന്നില്ല. അതാണ്. അപ്പോൾ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയാണ്, ഹാവ് എ നൈസ് ഡേ പറയാണ്. വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ ബൈ പറയാണ്. ടാറ്റാ.